السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله مولانا العظيم. ثم علمهم أن عليهم صدقة تؤخذ من أغنيائهم وترد إلى فقرائهم. صدق رسول الله صلى الله عليه وسلم. ബഹുമാന്യ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ആമുഖമൊന്നും പറഞ്ഞു നീട്ടുന്നില്ല, അതിന് സമയമില്ല. 2 ക്ലാസ്സാണ് നമ്മളിവിടെ നടക്കുന്നത്. ഒന്ന് സക്കാത്ത് സംബന്ധമായ ചെറിയ ഒരു ക്ലാസ്സും ആവശ്യമുള്ള സംശയം ചോദിക്കാനുള്ളൊരു സമയവും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ആദർശ സംബന്ധമായ വിദേഹത്തിൻ്റെ അഹിലുകാരുണ്ടാക്കി തീർക്കുന്ന ചില കുത്തിത്തിരിപ്പുകളെക്കുറിച്ചുള്ളൊരു ക്ലാസ്സും. അപ്പോൾ ആമുഖം പറഞ്ഞൊക്കെ നീട്ടാൻ വലുത് പറയുമ്പോഴാണ് സമയം കിട്ടുക. പ്രിയ സഹോദരങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തും ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഹദീസ് ജിബ്രീൽ മഷ്ഹൂറാണ്. ഒരു സുന്ദരനായ ഒരു യുവാവിൻ്റെ രൂപത്തിൽ അത്യാകർഷകമായ രീതിയിൽ അടുത്തു വന്ന് വളരെ ബഹുമാനാദരവുകളോടുകൂടി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം ചോദിച്ച കൂട്ടത്തിൽ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ അവിടെ നിന്ന് എനിക്ക് വിവരിച്ചു തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ, അൽ ഇസ്ലാമു അൻ തുഅ്മിന ബില്ലാഹി അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. ചില തരീഖിൽ ചിലത് മുന്തിയതും ചിലത് പിന്തിയതും ഒക്കെ ഉണ്ട്. ഇതിലേക്കൊന്നും കിടക്കണില്ല. ഇസ്ലാം കാര്യത്തെക്കുറിച്ച് ചോദിച്ച ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ചോദ്യത്തെക്കുറിച്ച് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് വിവരിച്ചത് ഫഇന്നഹു ജിബ്രീലു അലൈഹിസ്സലാം അതാകും യുഅല്ലിമകും ദീനകും. മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ആ വന്നിരുന്ന യുവാവിൻ്റെ രൂപത്തിൽ വന്നു. അവർ വന്നതിൻ്റെ ഉദ്ദേശം അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദീനിൻ്റെ 3 ഭാഗം പറഞ്ഞതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഒന്നാമത്തെ ഭാഗം ഇസ്ലാം. ഈ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലാൻ ഒന്നാമത്തേതായി, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഫർദ് ഷഹാദത്ത് കലിമയും 2ാമത്തെ ഫർദ് 5 വഖ്ത് ഫർദ് നിസ്കാരവും 3ാമത്തെ ഫർദായിട്ട് വതൂതിയ സക്കാത്ത, നീ സക്കാത്ത് കൊടുക്കലാണ്. വതസൂമ റമളാൻ, നീ നോമ്പ് നോൽക്കലാണ് റമളാൻ മാസം. വതഹജ്ജൽ ബൈത്ത, നീ കഅബ ശരീഫിനെ ഹജ്ജ് ചെയ്യലാണ്. ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇത് 5ഉം ഫർള് ഐനായ കാര്യങ്ങളാണ്. ഷഹാദത്ത് കലിമ ഒരാൾ മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ കൽബിൽ ഉറപ്പിച്ചത് ചെല്ലിയെങ്കിലേ മുസ്ലിം ആവും. അവിടെ സംഘടിത സ്വഭാവമൊന്നുമില്ല. ഓരോരുത്തരും ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊള്ളണം, എങ്കിലേ ഒരു അമുസ്ലിം മുസ്ലിമായി തീരുകയുള്ളൂ. 2ാമത് 5 വഖ്ത് നിസ്കരിക്കാനാണ് പറഞ്ഞത്. ഓരോ വ്യക്തികളും നിസ്കരിക്കണം. സംഘടിതം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഈ പറയുന്ന ആളുകൾക്ക് മനസ്സിലായണമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എല്ലാം പറയണമല്ലോ. ആ പറയുന്നവർക്ക് മനസ്സിലായണമെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഫർദ് കിഫായി ആണെങ്കിൽ സംഘടിതം എന്ന് പറയാം. ഒരു സംഘം ചെയ്താൽ തന്നെ ഫർദ് വീടും ബാക്കിയുള്ളവർ ചെയ്യേണ്ടതില്ല. അത് ഫർദ് കിഫായി. അതിലിപ്പോൾ ഈ ഇസ്ലാം കാര്യത്തിൽ 5ഉം ഫർദ് കിഫായി അല്ലല്ലോ. 5ഉം ഫർദ് തന്നെയല്ലേ. 5 വഖ്ത് നിസ്കരിക്കാൻ ഫർളൈനാണ്. ജമാഅത്തായിട്ട് നിസ്കരിച്ചാലും ഓരോരുത്തരും സ്വന്തമാണ് നിസ്കരിക്കുന്നത്. ഒറ്റക്ക് നിസ്കരിച്ചാലും ഓരോരുത്തരും സ്വന്തമാണ് നിസ്കരിക്കുന്നത്. ജമാഅത്താവുമ്പോൾ ഒരു ഇമാം ഉണ്ടാവും എന്നത് ഒഴിച്ചാൽ എല്ലാം നമ്മളും ഇമാം ഒരുപോലെ ചെയ്യല്ലേ. ആ ഇമാമിനോട് തുടരുന്നൊരു നിയ്യത്തുണ്ട്, അതുകൊണ്ട് ഒരു തബഈയത്തുണ്ട് എന്നത് ഒഴിച്ചാൽ. നോമ്പും അങ്ങനെ തന്നെയല്ലേ. റമളാൻ മാസം 1 അന്ന് മുതൽക്ക് 30 ഉണ്ടെങ്കിൽ 30, 29 ഉണ്ടെങ്കിൽ 29 കഴിയുന്നത് വരെ എല്ലാവരും നോമ്പ് നോൽക്കാണ്. ഒരു സമയത്ത് ചെയ്യുക എന്നാണോ സംഘടിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചിലവർ
മനസ്സിലാക്കിയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ സക്കാത്ത് ആ അർത്ഥത്തിന് സംഘടിതമല്ല. ഒരു സമയത്ത് എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സക്കാത്ത് ഉണ്ടാവും, ഫിത്ർ സക്കാത്ത് ഉണ്ടാവും. ഫിത്ർ സക്കാത്ത് അങ്ങനെ തന്നെ റമദാൻ മാസം 1 മുതൽ കൊടുത്താൽ ജായിസാകും. റമദാൻ മാസം അവസാനിച്ചു ശവ്വാലിന്റെ നിലാവ് കാണുന്ന അഥവാ ഉറൂബ്, റമദാൻ അവസാനത്തെ പകൽ ഉറൂബായാൽ ഫർളായി. ഫജ്റായി കഴിഞ്ഞാൽ അഫ്ളലായ വഖത്തായി. ഇമാമ് നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു, നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കറാഹത്തായ വഖത്തായി. മഗ്രിബായി കഴിഞ്ഞാൽ പിന്നെ ഹറാമിൻ്റെ വഖത്താണ് അല്ലാഹു. ഇതിപ്പോൾ എല്ലാവരും ചെയ്യേണ്ട സമയം. അതൊഴിച്ച് മുതലിൻ്റെ സക്കാത്ത് നിസാബ് കഴിഞ്ഞ് കൊല്ലം കഴിയുമ്പോഴല്ലേ സക്കാത്ത് ഫർളാകുക അല്ലേ? എല്ലാവരും ദുന്യാവിലും മുഴുവൻ കച്ചവടക്കാരും ഒരേ ഡേറ്റിലാണ് കച്ചവടം തുടങ്ങൽ. കച്ചവടം തുടങ്ങി ഒരു കൊല്ലം കഴിയുന്ന ഡേറ്റ് അന്ന് കണക്ക് നോക്കിയിട്ട് നിശ്ചിത നിസാബ് തികയുന്ന വിലക്കുള്ള ചരക്ക് ആ പീടികയിൽ വിൽപ്പന ചരക്കായിട്ടുണ്ടെങ്കിൽ സക്കാത്ത് ഫർളാവും. ഇവൻ തുടങ്ങിയിട്ട് കൊല്ലം തികയുമ്പോൾ ഇവൻ്റെ ഫർളാവും, മറ്റേ ആൾ തുടങ്ങിയിട്ട് അയാളെ കൊല്ലം തികയുമ്പോൾ അയാളെ ഫർളാവും. ഓരോരുത്തരുടെയും ധനം നിസാബ് തികഞ്ഞിട്ട് കൊല്ലം പൂർത്തിയാവുന്നത് എന്നാണോ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അവൻ്റെ സാമ്പത്തികമായ നിസാബ് തികഞ്ഞിട്ട് പിന്നെ കൊല്ലം തികയണം. അപ്പം ഇത് പിന്നെ ഒരേ സമയത്ത് എല്ലാവരും കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം ഫിത്ർ സക്കാത്തിൽ മാത്രമേ ഉള്ളൂ. മുതലിൻ്റെ സക്കാത്താണല്ലോ മുഖ്യമായി നമ്മൾ കണക്കൂട്ടുന്നത്. അതിൽ ഓരോരുത്തരുടെയും കൊല്ലം തികയുന്ന കണക്ക് നോക്കിയിട്ടാണ്. പിന്നെ കൊല്ലം തികയേണ്ടതില്ലാത്ത സക്കാത്തുണ്ട്. അത് പിന്നെ പൊതുവെ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരാൾ ഒരു സ്വർണ്ണ ഖനിയിൽ നിന്നിട്ടോ വെള്ളി ഖനിയിൽ നിന്നിട്ടോ ഖനനം ചെയ്തെടുത്ത് അത് നിസാബ് കഴിഞ്ഞാൽ അപ്പോൾ കൊടുക്കണം. ഇനി കൊല്ലം തികയാൻ കാത്തിക്കണ്ട. ഒരാൾക്ക് നിധി കിട്ടി, ജാഹിലിയ റിക്കാസ് നിധി കിട്ടി, അതാ കിട്ടിയാൽ തന്നെ അതിൻ്റെ ഹുംസ് കൊടുക്കണം. അവിടെ കൊല്ലം തികയണില്ല. പക്ഷേ ഇനി അതവിടെ വെച്ചുകൊണ്ടുവന്നാൽ ഇനി കൊല്ലം തികയണം. സാധാരണ കൊല്ലം തികയുകയും നിസാബ് തികയുകയും ചെയ്യുക എന്ന 2 ഷർത്ത് സക്കാത്ത് സാധാരണഗതിയിൽ ഫർളാവുക. അത് എല്ലാവരുടേതും ഒന്നിച്ചാവുക എന്നൊരു സംവിധാനം ലോകത്തിൽ പ്രായോഗികമല്ല, അങ്ങനെ ഇല്ല. അപ്പോൾ ഒരേ സമയത്ത് എല്ലാവരും കൊടുക്കുക എന്ന് പറയുന്നത് മുതലിൻ്റെ സക്കാത്തിൽ സാധാരണ പ്രായോഗികമല്ല. അവിടെ എത്തുമ്പോൾ ഒന്ന് കാല് മാറിയിട്ട് നിസ്കാരം എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഒന്നിച്ച് നിസ്കരിക്കുക. ഹജ്ജ് എല്ലാവരും കൂടി ഒന്നിച്ച് ഹജ്ജിൻ്റെ മശായിറുകളിൽ പോയി ചെയ്യുക. അതപ്പോൾ സംഘടിതം. ഫർളായതുകൊണ്ട് സംഘടിതമാണ്. ഉംറ സുന്നത്തായതുകൊണ്ട് ഞാൻ പേക്ക് കിടക്കണില്ല. എന്തിനാണ് നല്ലൊരു മനുഷ്യനെ നമ്മൾ ചെറുതാക്കാൻ പോണ്? ഇവരില്ലെങ്കിൽ ഉണ്ടാക്കലല്ലേ ഭംഗി. ഹജ്ജ് ഫർളായതുകൊണ്ട് അത് സംഘടിതമായി ചെയ്യണം. സുന്നത്തായതുകൊണ്ട് ഹജ്ജിൻ്റെ സുന്നത്ത് അത്രയും ഈ കിടക്കണില്ല. പോട്ടെ, അബദ്ധം വെച്ചതായിരിക്കും. മനുഷ്യൻ്റെ അടുക്കൽ പറ്റുമല്ലോ ചിലപ്പോൾ അബദ്ധം. അതിൻ്റെ ബേക്കിൽ കൂടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എല്ലാം നിസ്കാരാണെങ്കിലും പൂർണ്ണമായിട്ടും എല്ലാവരും ചെയ്യാണ്. നോമ്പാണെങ്കിലും പൂർണ്ണമായിട്ടും എല്ലാവരും ചെയ്യാണ്. ഹജ്ജാണെങ്കിലും ഫർളായ ഹജ്ജാണെങ്കിലും സുന്നത്തായ ഹജ്ജാണെങ്കിലും എല്ലാവരും ചെയ്യാണ്. സക്കാത്ത് മാത്രം അങ്ങനെയല്ല. കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ച് ആളുകൾ സക്കാത്തെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരാളെയോ അല്ലെങ്കിൽ ഒരു സംഘം ആളുകളെയോ ഏൽപ്പിച്ച് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി അവർ സക്കാത്തിൻ്റെ അവകാശികളെ കണ്ടെത്തിച്ച് ആ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇതിൽ മാത്രം സംഘടിതം. ഈ അർത്ഥത്തിലുള്ള സംഘടിതമാണെങ്കിൽ നിസ്കാരം മൊഴിയാമാർക്കൊക്കെ എന്ത് ശമ്പളം കിട്ടും നിങ്ങൾ കരുതിയത്? 500 വീടുള്ളൊരു മഹല്ല്, ആ മഹല്ലിൽ 1500 പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരുണ്ട് എന്ന് കൂട്ടിക്കോളി. പള്ളിക്കല ഉസ്താദിനെയും മുഅദ്ദിനെയും കൂടി 5 വക്ത് നിസ്കാരം വക്കാലത്താക്കി. സംഘടിതാണല്ലോ പതിവ്. സക്കാത്തിൻ്റെ സംഘടിതം പോലെ പള്ളിക്കല ഇമാമിനെയും മുഅദ്ദിനെയും വക്കാലത്താക്കി. 5 വക്തും ബാങ്കും കൊടുത്ത് ഈ കാമത്ത് കൊടുത്ത് 2 ആളോടി നിസ്കരിക്കുക. ആർക്ക് വേണ്ടി? ഈ മഹല്ലിലെ മെമ്പർമാർക്ക് വേണ്ടിയിട്ട്. അതല്ലേ നിങ്ങളെ സക്കാത്തിൻ്റെ സംഘടിതം? ആ സംഘടിത നിസ്കാരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ മൊഴിയാർ ചോദിക്കണം, നമ്മളെ കിട്ടൂലേ? 100 വീടുള്ളവർക്ക് ഒരു 200 ആളുണ്ട് എന്ന് കൂട്ടിക്കോളി. ചുരുങ്ങി 200 ആളുണ്ടെങ്കിൽ 200 ആളുടെ 5 വക്ത് നിസ്കാരം ഇവർ 2 ആൾ ഏൽക്കല്ലേ? ഒരു പറയണ കാശിട്ട്. അങ്ങനെയാണോ ഇങ്ങനെ? മുഅദ്ദിൻ ബാങ്കും കാമത്തും കൊടുത്തു, ഇമാമത്തുനിന്ന് എല്ലാവരും നിസ്കരിക്കല്ലേ? അങ്ങനെ ചെയ്യാണോ നിങ്ങൾ പറയുന്നത് സക്കാത്ത് സംഘടിതം? എന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്നിച്ച് ചെയ്യാൻ കഴിയൂല സക്കാത്ത്. കാരണം എന്താ? നിസാബ് തികയേണ്ടതിന് നിസാബ് തികഞ്ഞാൽ മാത്രം മതിയോ? കൊല്ലും തികയണ്ടേ? എല്ലാവരുടെയും നിസാബ് തികയുന്നത് ഒരേ സമയത്ത്, കൊല്ലം തികയുന്നതും ഒരേ സമയത്താണെങ്കിലല്ലേ എല്ലാവരും കൂടി ഒന്നിച്ച് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞുള്ള സമ്പ്രദായം നടക്കാൻ. അത് സക്കാത്തിൽ പ്രായോഗികമല്ല. നാട്ടിൽ അങ്ങനെ നടക്കണില്ല. പലരും പല ഡേറ്റുകളിലാണ് കച്ചവടം തുടങ്ങുക.
പലരുടെയും പണം, സ്റ്റോക്ക് പണം നിസാബ് തയ്യുന്നത് പലപ്പോഴാണ്. ഈ നിസാബ് തയ്ഞ്ഞിട്ട് ആ നിസാബിൽ കുറയാതെ ഒരു കൊല്ലം ഓൻ്റെ മിൽക്കിൽ നിൽക്കണ്ടേ? അപ്പോഴല്ലേ സക്കാത്ത് വരിക. അപ്പം ഈ സംഘടിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പക്ഷേ ഒന്നുണ്ട്, സക്കാത്തിൻ്റെ അവകാശികളെ ഖുർആൻ 8 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ. ഫുഖറാ മസാക്കീന് ഉടമപ്പെട്ടതാണ്, അവർക്ക് മിൽക്കാണ്. ലാമ് മിൽക്കിൻ്റെ മാനക്കാണ് ഇവിടെ ഉപയോഗിച്ച്. അപ്പോൾ ഒരു നാട്ടിൽ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട മുതലാളിമാരുടെ ധനത്തിൻ്റെ ഒരു നിശ്ചിത വിഹിതം ആ നാട്ടിലുള്ള ഫഖീറിനും മിസ്കീനിനും മിൽക്കാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മിൻഹാജിൽ പറയുന്നത് കാണാം. എന്ത് മിൽക്ക്? കമ്പനിയായ മിൽക്കാണ്. കമ്പനിയായ മിൽക്ക് 1,00,000 രൂപ കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് കച്ചവടത്തിലാണെങ്കിൽ കച്ചവടച്ചെലക്കിൻ്റെ വില, പണമായിട്ടാണെങ്കിൽ പണം, ഒരു വ്യക്തിയുടെ ഉടമയിൽ ഒരു വർഷം അറബി കണക്കനുസരിച്ച്, അഥവാ മുഹറം കൊണ്ട് തുടങ്ങി ദുൽഹജ്ജ് കൊണ്ട് അവസാനിക്കുന്ന ഈ ചന്ദ്രവർഷ പ്രകാരം ഒരു കൊല്ലം തികയുന്ന ആ ഡേറ്റിൽ ഈ പണത്തിൻ്റെ 2.5% വരുന്ന 2,500 രൂപ ഈ മുതലാളിയുടെ ഉടമാവകാശം നഷ്ടപ്പെടുകയും ആ നാട്ടിലുള്ള സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട 8 വിഭാഗത്തിൽ ആരാണോ ആ നാട്ടിലുള്ളത് അവരുടെ ഉടമയിലേക്ക് നീങ്ങുകയും ചെയ്യും. സക്കാത്ത് മാറ്റിവെക്കാതെ ഈ ധനത്തിൽ നടത്തുന്ന എല്ലാ ക്രയവിക്രയങ്ങളും അന്യായമാണ്. ആരാൻ്റെ ധനം അവൻ്റെ അനുമതിയില്ലാതെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന കടുത്ത കുറ്റത്തിന് കാരണമാണ്. സക്കാത്തിൻ്റെ കാര്യം ചെറിയ വിഷയമല്ല. 2.5% മിൽക്ക് ഈ ഉടമക്കാരന് നഷ്ടപ്പെട്ടു. ആ നാട്ടിലുള്ള 8 വിഭാഗത്തിൽ ആരൊക്കെയാണോ ഉള്ളത് അവരുടെ ഉടമയിലേക്ക് നീങ്ങി. ഇനി നിങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങൾ, മറ്റ് ബിസിനസ്സുകൾ, വ്യാപാരമല്ല വ്യവസായങ്ങളെല്ലാം ഈ പണം സക്കാത്ത് മാറ്റിവെക്കാതെ ചെയ്താൽ ഈ പാവപ്പെട്ട സക്കാത്തിൻ്റെ 8 അവകാശികളിൽ ആ നാട്ടിലുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ധനം കൂടി ഉൾപ്പെടുത്തി അവരുടെ സമ്മതമില്ലാതെ ചെയ്യുന്ന ക്രയവിക്രയമായതുകൊണ്ട് അത് അന്യായമാണ്. ഇത്രയും അത് അവരുടെ അവകാശമാണ്, ഒരു മുതലാളിയുടെയും ഔദാര്യമല്ല. 8 വിഭാഗം ഖുർആൻ കൃത്യമായി എണ്ണി പറഞ്ഞ് ഞാൻ ചുരുക്കി പറയാം. 1 ഫഖീർ, 2 മിസ്കീൻ. കൂടുതൽ വിശദീകരിക്കുന്ന ഒരുപാട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചുരുക്കിയത് ഇവൻ്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും നിത്യ ചെലവിന് തികയില്ല അവൻ്റെ വരുമാനം. അവന് സ്വത്ത് വരുമാനമുണ്ട്, അല്ലെങ്കിൽ ജോലി കൊണ്ടുള്ള വരുമാനമുണ്ട് ഹലാലായ മാർഗത്തിൽ. ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അവനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, പക്ഷേ കമ്മിയാണ്. ഉദാഹരണം, 100 രൂപ വേണ്ടടുത്ത് ഒരു 80, 90 ഒക്കെ ഉള്ളൂ. ഒരു 10, 15, 20 ഒക്കെ കമ്മി വരും. ഇവർക്ക് മിസ്കിന്മാരെന്ന് പറയും. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി. ഫക്കീർ, തീരെ ഒരു വരുമാനമില്ലാത്തവനും ഫക്കീറിൻ്റെ പട്ടികയിലാണ്. 100 രൂപ ചെലവുള്ളിടത്തേക്ക് 25, 30 വരുമാനമുണ്ട്, അവനും ഫക്കീറാണ്. എന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുക്കാനുള്ളടത്ത് 25 കൊടുത്തിട്ട് അല്ലെങ്കിൽ 30 കൊടുത്തിട്ട് ബാക്കി പിന്നെ തരാന്ന് പറഞ്ഞാൽ പിന്നെ നടക്കൂല, സംഗതി കിട്ടൂല. അതേ സമയത്ത് 100 കൊടുക്കാനുള്ളടത്ത് 90 കൊടുത്തിട്ട് അല്ലെങ്കിൽ 85 കൊടുത്തിട്ട് 15 നാളെ തരട്ടോ എന്ന് പറഞ്ഞാൽ നീരസം ചെറിയതുണ്ടെങ്കിൽ പോലും സാധനം കൊണ്ടുവരാം. അപ്പോൾ ജീവിത ചെലവിന് തികയില്ലെങ്കിലും ഒരു സ്ഥാനത്ത് വെക്കാൻ പറ്റുന്ന വരുമാനമുള്ളവരാണെങ്കിൽ മിസ്കീൻ. അതില്ലാത്ത, തീരെ ഇല്ലാത്തവരോ തൻ്റെ ജീവിത ചെലവിലേക്ക് ഒരു സ്ഥാനത്ത് നിൽക്കാൻ വേണ്ട പരിധി ഇല്ലാത്തവരോ ആയ ആളുകൾ രണ്ടും ഫക്കീറിൻ്റെ പരിധിയിലാണ്. ഞാൻ ഒന്ന് വിശദീകരിച്ച് പറയാൻ സമയമില്ല. പിന്നീട് പറയുന്നൊരു കൂട്ടരുണ്ട്, വലാമിനീൻ അലിയ. അവിടെ അല്ലാഹു ഉപയോഗിച്ച വാക്ക് തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. താബൂദികൾക്ക് തിരിയും. വൽ ആമിലീന അലൈഹ. സക്കാത്ത് പിരിക്കാൻ ഗവൺമെന്റ് നിയമിച്ച അധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ. ഈ അലയിട്ട ഇസ്തേലാൻ്റെ വാനക്കാണ്. സക്കാത്ത് കൊടുക്കാൻ അവകാശപ്പെട്ട ആളത് കൊടുത്തിട്ടില്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് വാങ്ങാനുള്ള നിയമപരമായ അധികാരമുള്ളവർക്കാണ് വൽ ആമിലീന അലൈഹ എന്ന് പറയും. അല്ലെങ്കിൽ ഈ അല വരൂല നമ്മളും. അപ്പോൾ മുസ്ലിം ഗവൺമെന്റ് നിലവിലുള്ള സ്ഥലത്ത് സക്കാത്ത് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് വല്ലാമിലീൻ. എന്താണ്ട് സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നവരെ പോലീസിനെയും കൂട്ടി വന്നിട്ട് ബലപ്രയോഗത്തിൽ വാങ്ങാൻ അവർക്ക് അധികാരമുണ്ട്. ഇവർ സംഘടിതരായി പോലീസിനെയും നേരിടാൻ തയ്യാറാണ്, കൊടുക്കൂല എന്ന് കണ്ടാൽ പട്ടാളത്തെ ഇറക്കി യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാനും അധികാരം ഉണ്ടായി. ഗവൺമെന്റിന് അധികാരം ഉണ്ടാവുള്ളൂ. അല്ല NDF
അല്ലെങ്കിൽ മാലി കമ്മിറ്റിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നിയമം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ കൈക്കും കാലും ആമം കുടുങ്ങി ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് അധികാരം. അതുകൊണ്ടാണ് വല്ല ആമിലീന അലൈഹ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് പതകം. റാസിമാം ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിവിടെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതെന്നിങ്ങനെ 8/1 ഓഹരിയാണോ കൊടുക്കേണ്ടത്, അതല്ല അവരുടെ മാസ ശമ്പളത്തിന് വേണ്ട കാശാണോ എടുക്കേണ്ടത് എന്നതിൽ ബലപ്പെട്ടത് അവരുടെ ശമ്പളത്തിന് വേണ്ട കാശ് സക്കാത്ത് ഫണ്ടിൽ നിന്ന് എടുക്കാം. ലക്ഷക്കണക്കിനുണ്ട്. ഈ ലക്ഷക്കണക്കിനൊന്നും ഓന് ശമ്പളം വേണ്ടതില്ല. ആകെ 4 ആളുകളാണ് ഉദ്യോഗസ്ഥന്മാരുള്ളത്. ഈ 4 ആൾക്ക് ഒക്കെ പാടെ ഒരു 75,000 80,000 1 ലക്ഷം റുപ്യ ഉണ്ട്. അവരെ മാസ ശമ്പളം നടക്കും. ഇവിടെ 10, 20, 25 ലക്ഷം ഉണ്ട്. 8-1 കൂട്ടിയാൽ തന്നെ ഇതിനൊന്നും അവർക്ക് അവകാശമില്ല. എന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണെന്ന നിലക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സക്കാത്തിൽ നിന്ന് ശമ്പളം എടുക്കാൻ ഇത് കമ്മിറ്റിക്കാർ വിടൂല. കമ്മിറ്റിക്കാരെങ്ങനെയുള്ള അവകാശമുണ്ടോ? അങ്ങനെ ഇല്ലാത്ത ഉണ്ടാക്കലല്ലേ പിന്നെ നമ്മളെ പണി. എന്നാൽ പിന്നെ അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടാവും. ഏത് അല്ലാഹു സുബ്ഹാനഹു വ തആല 8 പറഞ്ഞ കൂട്ടത്തിൽ ഒരു കൂട്ടര് അടിമകളാണല്ലോ. അടിമകളെ മോചിപ്പിക്കാൻ, ഷാഫി മദ്ഹബ് അനുസരിച്ച് അടിമയെ മോചിപ്പിക്കാൻ കിതാബത്ത് സഹീഹായ നിബന്ധന പ്രകാരം മോചനപത്രം എഴുതപ്പെട്ട അടിമക്ക് ആ ഫണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ള തുക വകയിരുത്തി അത് ഇയാളുടെ യജമാനന് കൊടുക്കണം. എന്നാ ഒരു മുപ്പൽ എന്നാ നമ്മൾ അടിമകളെ കുറച്ചുണ്ടാക്കുക. ആമിനീങ്ങളില്ലാത്തതുകൊണ്ട് കമ്മിറ്റിക്കാരെ ആമിലാക്കിയിട്ട് സക്കാത്ത് വാങ്ങാൻ നടന്നാൽ എന്നാ കുറെ അടിമകളുണ്ടാക്കിയിട്ട് മുക്കാത്തബിൻ്റെ അൽക്കും നിങ്ങൾക്ക് സക്കാത്ത് വാങ്ങാൻ പറ്റുമോ? ഇല്ലാത്ത ഉണ്ടാക്കുകയാണേ. ഗവൺമെൻറ്, ഇസ്ലാമിക ഗവൺമെൻറ് ഇവിടെ നിലവിലില്ലാത്ത ഇസ്ലാമിക ഗവൺമെൻറ് ഇല്ല എന്ന് വന്നാൽ ആമിലിൻ്റെ ഒരു വിഭാഗം 8/1 കുറയുമല്ലോ. ഈ കുറയുന്നത് തേക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് ഓല ഇന്ന് ശമ്പളം പറ്റുക. എറണാകുളത്തെ ആചാര്യ പറയുന്നിട്ടില്ലേ, പണിയെടുക്കൂല. കാരണം ഏതായാലും മാസം ശമ്പളം കിട്ടുമല്ലോ. പണിയെടുക്കൂല. ഒരു മാസത്തിൽ 1-2 സ്ഥലത്ത് പോയിട്ടൊന്ന് അന്വേഷിച്ച് വരും. ഇവരിങ്ങനെ നിരുത്സാഹത്തിൽ അങ്ങനെ വെറുതിരിക്കും. അങ്ങനെ കൊല്ലങ്ങളോളം ശമ്പളം വാങ്ങിക്കൊണ്ട് ഈ കമ്മിറ്റി മെമ്പർമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അനുഭവസ്ഥൻ പറയുന്നു. നമ്മളതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അനുഭവസ്ഥർ പറയും ഈ സക്കാത്തിൽ നിന്നിട്ട് ശമ്പളം പറ്റാൻ കമ്മിറ്റിക്കാർക്ക് അവകാശമില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ശമ്പളമാണ്. അതുകൊണ്ടാണ് വല്ല ആമിലീന അലൈഹ എന്ന് ബൗദ്ധര പറഞ്ഞത്. അപ്പോൾ മുതലാളിമാർ സ്വന്തം കൊടുക്കുകയാണെങ്കിൽ 7 വിഭാഗമേ പിന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അടിമ സമ്പ്രദായം ഇന്ന് ലോകത്ത് നിലവിലില്ലാത്തത് കൊണ്ട് അടിമമോചനത്തിനുള്ള 8/1 വിഹിതം അതും ഇല്ലാതായി. ബാക്കി 6 ഉള്ളത്. പിന്നെ ഫീസബീലില്ല. ഖുർആനാ ഫീസബീലില്ല. ഫീസബീലില്ല എങ്ങനെയാണ്? പത്രം നടത്തൽ ഫീസബീലില്ലാണ്. അതുപോലെ തന്നെ ദവാ പ്രഭാഷണം നടത്തുന്നത് ഫീസബീലിലാണ്. ലേഖനം എഴുതുന്നത് ഫീസബീലിലാണ്. പള്ളി എടുക്കുന്നത് ഫീസബീലിലാണ്. യത്തീംഖാനയും മദ്രസയും നിർമ്മിക്കുന്നത് ഫീസബീലിലാണ്. എന്നാൽ നിങ്ങൾക്ക് വരുത്ത് ഫീസബീലുണ്ടാവും. അത് വേണ്ടെന്നല്ല, അതിന് ഇസ്ലാമിൽ പ്രത്യേക ഒരു വകുപ്പ് തന്നെ ഉണ്ട്. ഫൈഹ് മുതൽ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പൊതു ഫണ്ടിൽ നിന്നും മസാലിഹുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ മാറ്റിവെക്കണം. സക്കാത്തും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഫീസബീലിന്റെ ബന്ധം ഒരു മുസ്ലിം ഭരണകൂടം നിലനിൽക്കുമ്പോൾ മുസ്ലിം രാഷ്ട്രത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ, നാശപ്പെടുത്താൻ വേണ്ടി ശത്രു രാഷ്ട്രങ്ങൾ യുദ്ധത്തിന് വരുമ്പോൾ നിലവിലുള്ള ഗവൺമെന്റ് പട്ടാളക്കാർ മതിയാകാതെ വരികയും വളണ്ടിയർ സേവനം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് ആയുധാഭ്യാസങ്ങളൊക്കെ പഠിച്ച വളണ്ടിയർമാർ അവർ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ അവരിവിടുന്ന് പുറപ്പെട്ട് യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തുന്നത് വരെ അവർക്കും അവരുടെ ആശ്രിതർക്കും വേണ്ട ചെലവിനും യുദ്ധാവശ്യത്തിന് വേണ്ട ആയുധം തുടങ്ങിയ മറ്റ് ചെലവുകൾക്കും വേണ്ട ഫണ്ട് ഈ ഫീസബീലയിൽ നിന്നിട്ട് കൊടുക്കുമ്പോൾ ഒറ്റൊരു കൂട്ടർ മാത്രമേ ഏർപ്പെടുള്ളൂ. രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്ന ശമ്പളമില്ലാത്ത വളണ്ടിയർ സൈന്യം, ശമ്പളമുള്ള പട്ടാളക്കാരന് ഗവൺമെന്റ് ശമ്പളം കൊടുക്കും, അവന് സർക്കാരിന് കൊടുക്കാൻ പറ്റൂല. ശമ്പളമില്ലാതെ വളണ്ടിയർമായിട്ട് സേവനം ചെയ്യുന്ന ചില അടിയന്തര ഘട്ടങ്ങളെ അവർ ആവശ്യം വരുള്ളൂ. അല്ല ഞാൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സൈന്യം കൊണ്ട് തന്നെ യുദ്ധങ്ങളൊക്കെ നടക്കും. ചിലയിടത്തത് മതിയാകാതെ വരും. അപ്പോൾ ആയുധാഭ്യാസം പഠിച്ച യുദ്ധമുറകളൊക്കെ അറിയുന്ന കുറേ വളണ്ടിയർമാരുടെ നാട്ടിൽ അവരിൽപ്പെട്ട ഒരു 10,000 ആളുകളോ 25,000 ആളുകളോ യുദ്ധത്തിന് സന്നദ്ധരായി പോവുകയാണെങ്കിൽ അവർക്ക് വേണ്ട യുദ്ധ ചെലവിനും ഇവരുടെ വീട്ടു ചെലവിനും വേണ്ടത് സക്കാത്തിൽ നിന്ന് കൊടുക്കാൻ. മുസ്ലിം ഗവൺമെന്റ് നിലവിലില്ലാത്തോളം സക്കാത്തിന്റെ ഫണ്ടിൽ നിന്നിട്ട് അവകാശം പറയുന്ന ഫീസബീലില്ല ഇല്ല എന്ന അള്ളാഹു തആല കൂലി എന്ന ഹൈറായ എല്ലാം ഫീസബീലിൽ തന്നെയല്ലേ ആണ്. അതിന് നമുക്ക് തർക്കമില്ല. അത് ചെയ്യണ്ടെന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷെ അത് ചെയ്യാൻ ഫൈഹ് മുതൽ എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പൊതുവരുമാന സ്വത്ത്, വനീമത്ത് സ്വത്തുണ്ടെങ്കിൽ അതിൻ്റെ 5/1 അഥവാ 25/1 അതാണ് മസാലിഹുൽ മുസ്ലിമീന് മാറ്റിവെക്കുന്നത്. സക്കാത്തിൽ നിന്നിട്ട് അതിന് ഒരു കാശെടുക്കാൻ ഇസ്ലാം നിയമം അനുവദിക്കുന്നില്ല. ഇവിടെ പണ്ട് നമുക്കറിയാം, ജിദ്ദയിലുള്ള സമയത്ത് പത്രക്കാരെയൊക്കെ അവിടെ കൂട്ടിയിട്ടൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൽ മലയാളം ന്യൂസാണ് അവിടുത്തെ ശരിക്കുള്ള അറബിയുടെ പത്രം. ഈ മലയാളം ന്യൂസിന് ഒരു ദിവസത്തിന് 2 റിയാൽ കൊടുക്കണം.
അതേ സമയത്ത് മാധ്യമത്തിന്, ഗൾഫ് മാധ്യമത്തിന് 1 റിയാലുണ്ട്. രണ്ടുമുണ്ട്. ഗൾഫ് മാധ്യമത്തിൻ്റെ എഡിറ്ററും ഉണ്ട് അവിടെ, ഈ മലയാളം ന്യൂസിൻ്റെ എഡിറ്ററും ഉണ്ട്. മലയാളം ന്യൂസിൻ്റെ എഡിറ്റർ ഒരു യമനിയ, മറ്റേ ആൾ നമ്മളെ ഹംസ. മറ്റേ ഇയാൾ തുറന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോൾ സഭയിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഈ 2 റിയാൽ വാങ്ങുന്ന അനീതിയല്ലേ? ഗൾഫ് മാധ്യമം 1 റിയാലിന് തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ യാതൊരു മടിയില്ലാതെ അയാൾ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ സക്കാത്ത് വാങ്ങിയിട്ട് പത്രം നടത്തലില്ല, ഞങ്ങൾക്കുള്ള ചെലവ് ഈ പത്രം വിറ്റിട്ട് കിട്ടണം, അതിൻ്റെ പരസ്യം കൊണ്ടും കിട്ടണം, അല്ലാതെ ഞങ്ങൾ സക്കാത്ത് വാങ്ങിയ പൈസ, സക്കാത്തിൻ്റെ പൈസ പത്രത്തിൽ ഫീസബിലില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പത്രം നടത്തലില്ല. മറ്റോ നോക്കി ഇങ്ങനെ ഇരുന്ന് മുണ്ടില്ല. ഇത് നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്തം അവിടെ മുണ്ടില്ല. അതാണ് സത്യം. ദിനപത്രം അച്ചടിക്കാൻ, മാസികകളും വീക്കികളികളും പുസ്തകങ്ങളും അച്ചടിക്കാൻ പ്രസംഗകർക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു അധികം കൊടുക്കണ്ടേ? ഒക്കെ ഫീസബീലില്ലെന്ന് പറഞ്ഞ് പാവപ്പെട്ട ഇസ്ലാമിൻ്റെ അങ്ങേയറ്റം വിഷമിക്കുന്ന 8 കൂട്ടരെ തെരഞ്ഞെടുത്ത് ഇസ്ലാം പരിചയപ്പെടുത്തിയ ഫീസബീലില്ല എന്ന് പറയുന്ന രാജ്യരക്ഷയ്ക്ക് വേണ്ടി അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കപ്പെട്ട 8-1 അന്യായമായി അവർ വകുപ്പ് മാറ്റി ചെയ്യുന്നു. ഇവിടെയും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പ്രസിദ്ധീകരണം 900 റുപ്യ, അതിൻ്റെ പേജ് നോക്കുമ്പോൾ 750 പേജേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിക്കാൻ്റെ ഒരു പുസ്തകം 1500 പേജുണ്ട്, അതിന് 300 റുപ്യ ഉള്ളൂ. നിങ്ങളിത് കൊല്ലുകയാണല്ലോ. 750 പേജുള്ള നിങ്ങളെ പുസ്തകത്തിന് 900 റുപ്യ, മനുഷ്യനെ കൊല്ലുകയാണ്. 1500 പേജുള്ള അതിന് 300 റുപ്യ. സക്കാത്ത് ഹബീബ് പാവപ്പെട്ടവന്റെ ഹക്കായി കൊടുക്കേണ്ട സക്കാത്ത് വകുപ്പ് മാറ്റി ഈ ബുക്കടിക്കാൻ വേണ്ടി ചെലവഴിച്ച് ഫീസബീലിലേക്ക് വികസിപ്പിച്ചിട്ട് ഓൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഇതിനൊക്കെയാണ് ഇപ്പോൾ ഈ സംഘടിത സക്കാത്ത് ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹും റസൂലും അറിയാത്ത, ദീനിൻ്റെ ഉലമാക്കൾ അംഗീകരിക്കാത്ത, ഓല താല്പര്യത്തിനനുസരിച്ച് വികസിപ്പിച്ച കുറേ സബീലില്ല. ഈ കമ്മിറ്റിക്കാർക്ക് കൊടുക്കുന്ന ശമ്പളവും, ഈ പത്രടിക്കാനും പുസ്തകം പ്രസിദ്ധീകരിക്കാനും പ്രസംഗിക്കുന്ന മൗലവിക്ക് കൈമടക്ക് കൊടുക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഈ കാശ് സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കുമ്പോൾ കടുത്ത ഹറാമാണത്. ഈ 8 വിഭാഗം ആരാണെന്നും അവർക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നും കൃത്യമായി തിരുസുന്നത്തും ഖുർആനും സുന്നത്തും പഠിച്ച മദ്ഹബിൻ്റെ ഇമാമുകളും വ്യക്തമായി നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ട വാക്കുകളാണ്. നമ്മൾ മനസ്സിലാക്കണം. മുഅല്ലഫത്ത് ഖുലൂബ് എന്ന പേരിൽ അമുസ്ലിം സഹോദരങ്ങളെ ജമാഅത്തെ ഇസ്ലാമിയുടെ ക്ലാസ്സിലേക്ക് വിളിച്ചു വരുത്തുകയും ആ ക്ലാസ്സിൽ അവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ട അമുസ്ലിമീങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്നിട്ട് വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇസ്ലാമിനോട് ഇണക്കമുണ്ടാകാൻ, ഇസ്ലാമിനോട് താല്പര്യമുണ്ടാകാൻ വേണ്ടിയിട്ട് അമുസ്ലിങ്ങളായ പാവപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് സക്കാത്തിൽ നിന്ന് കൊടുക്കുന്നു. ഇതിനെന്താ തെളിവ്? വല്ലാത്ത തെളിവാ. പണ്ട് പാറന്നൂർ PP ഉസ്താദ് ഉണ്ട്, അള്ളാഹുത്തരം ഓഫറത്ത് കൊടുക്കണം, പറയാം കള്ളുടിയാൻ കയ്യൊട്ടിയേക്ക് എന്നാ പറയാം. സക്കാത്തിൻ്റെ ഫണ്ടിൽ നിന്നും അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവരെന്താ പറയാന്നറിയോ? ഹുനൈൻ യുദ്ധത്തിൽ ഗനീമത്ത് കിട്ടിയാൽ ഹുനൈൻ യുദ്ധത്തിൽ ഗനീമത്ത് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നടന്ന യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഗനീമത്ത് കിട്ടിയതാണ് ഈ ഹുനൈൻ യുദ്ധം. ആ യുദ്ധത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാതിരുന്ന മഹാനായ സുഫ്യാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു തുടങ്ങി 5 ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 ഒട്ടകം വീതം കൊടുത്തു. അങ്ങനെ അവർക്ക് മനസ്സ് തണുത്തു. നമ്മളോട് യാതൊരു വിരോധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല, മുസ്ലിങ്ങൾക്ക് നമ്മളോട് യാതൊരു ശത്രുതയില്ല, നമ്മളെ അവർ കൈമൈ മറന്ന് സ്വീകരിക്കുന്നുണ്ട് എന്നൊരു മാനസികാവസ്ഥ വരികയും അവർ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. യഥാർത്ഥ ഇസ്ലാം മതം സ്വീകരിച്ചു. നേരത്തെ കുറച്ചൊക്കെ അഭിനയിച്ചെങ്കിലും ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅല്ലഫത്ത് ഖുലൂബിന് 100 ഒട്ടകം വീതം കൊടുത്തില്ലേ, പിന്നെന്താ സക്കാത്ത് കൊടുത്തു? എടോ ചങ്ങായി, അത് ഗനീമത്ത് സ്വത്തിലെ അല്ലെങ്കിൽ തന്നെ ആദ്യം ഗനീമത്ത് സ്വത്ത് കിട്ടിയാൽ 5 പകുക്കുക ചെയ്യാം. ഇപ്പോൾ 100 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 20 വീതം 5 ഓരി വെക്കും. അതിൽ 80 യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാക്കൾക്കാണ് കൊടുക്കുക. ബാക്കി 20 ഉണ്ട്, അഥവാ 5%. ഈ 20 കൊണ്ട് 5 ആക്കി. അപ്പോൾ 25-1. ഈ 25-ൽ ഒരു ഭാഗം മസാലിഹുൽ മുസ്ലിമീന് വേണ്ടി വെച്ചതാണ്. അതിൽ നിന്നിട്ട് പള്ളി എടുക്കുക, മദ്രസ എടുക്കുക, യത്തീംഖാന എടുക്കുക, അതുപോലെ തന്നെ ഈ മുഅല്ലഫത്തുൽ ഖുലൂബിന് വേണമെങ്കിൽ കൊടുക്കുക. മുസ്ലിം രാഷ്ട്രത്തിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ സഹകരിക്കുന്ന ആ മുസ്ലിങ്ങൾക്കും കൊടുത്തത് സക്കാത്തല്ല, മസാലിഹുൽ മുസ്ലിമീന്.
പാലം കെട്ടാൻ, റോഡ് കെട്ടാൻ, സ്കൂൾ ഉണ്ടാക്കാൻ, ആശുപത്രി നിർമ്മിക്കാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മസാലിഹിന്റെ സ്വത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർക്ക് കൊടുത്തത്. ഈ മസാലിഹിന്റെ സ്വത്ത് സക്കാത്തല്ല, ഗനീമത്ത് സ്വത്തിന്റെ മാറ്റിവെക്കപ്പെടുന്ന 25-1. മറ്റൊന്ന് ഫൈവ് മുതലായിട്ട് ഗവൺമെന്റിന് വരുന്ന പൊതു സ്വത്തുക്കൾ, അതിൻ്റെ 25-1. ഇത് കോടികൾ വരും. ആ കോടികൾ മസാലിഹിന് ഉപയോഗിക്കാം. സക്കാത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ താബികളോ താബികളോ ഒരു രൂപ പോലും, ഒരു ദിർഹം പോലും ചെയ്താക്കിയതായി ചരിത്രത്തിൽ എവിടെയില്ല. മുഅല്ലഫത്തിന് കൊടുക്കേണ്ടതല്ല, മുഅല്ലഫത്തിന് കൊടുത്തു നോക്കി. മസാലിഹിന്റെ ധനത്തിൽ നിന്ന് റോഡും കെട്ടും, പാലവും കെട്ടും, സ്കൂളും എടുക്കും, ആശുപത്രി എടുക്കും, പള്ളി നന്നാക്കും, യത്തീംഖാന എടുക്കും. അതൊക്കെ മസാലിഹ, മുസ്ലിങ്ങളുടെ പൊതു മസ്ലഹത്ത്. അത് രണ്ടും രണ്ടാ. സക്കാത്തിന്റെ ധനം ചെലവഴിക്കേണ്ടത് കൃത്യമായി 8 വിഭാഗത്തിൽ നിലവിലുള്ളവർക്ക് മാത്രമാണ്. മസാലി ആ നാട്ടിൽ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ല. നാട്ടിൻ്റെ പൗരന്മാരുടെ ഒക്കെ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യത്തിനും മസാലിഹിന്റെ സ്വത്ത് ഉപയോഗിക്കും. ഈ മസാലിഹിന്റെ സ്വത്ത് ചൂണ്ടിക്കാണിച്ച് സക്കാത്ത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് ആകെ ആരാണോ? ഫക്കീർ ഉണ്ടാവും ചിലയിടത്തൊക്കെ, മിസ്കീനുണ്ടാവും. മിസ്കീൻ അധിക നാട്ടിലുണ്ടാവും. പിന്നെ മുഅല്ലഫത്ത് ഖുലൂബുഹും എന്നൊരു വിഭാഗമുണ്ട്. മറ്റൊരു സമുദായത്തിൽ ജനിച്ചു വളർന്ന് അയാൾക്ക് സത്യം ബോധ്യപ്പെട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു പുതു മുസ്ലിമാണ്. അയാൾ കൂടുതൽ ആഴത്തിൽ ഇസ്ലാമിനെ പറ്റി പഠിച്ച് ഇസ്ലാമിലുള്ള ദൃഢവിശ്വാസം കൊണ്ട് കടന്നു വന്നതല്ല. ഇത് നല്ലതാണെന്ന് മനസ്സിലാക്കിയത് പോകുന്നുള്ളൂ. പക്ഷേ ഒരു സമൂഹത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യനെ ആ സമൂഹത്തിൽ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു സമൂഹത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ സാമൂഹികമായി വലിയ വേചാറുണ്ട് അയാൾക്ക്. ഈ സമൂഹം നമ്മൾ എങ്ങനെ കാണും, ഇവർ നമ്മളെങ്ങനെ സ്വീകരിക്കും, ഇവർക്ക് നമ്മളോടുള്ള മനോഭാവം എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും. ആ ആശങ്കയുള്ളവൻ്റെ ആശങ്ക മാറ്റി നേരത്തെ നിലവിലുണ്ടായിരുന്ന സമൂഹത്തെക്കാൾ ഉത്തമമായ ഒരു സമൂഹത്തിലാണ് ഞാൻ ചെന്ന് പെട്ടത് എന്നുള്ള ബോധ്യം ഉണ്ടാക്കാം. ചോദിച്ചോ, കഞ്ഞി വെച്ചോ, ഡ്രസ്സ് മാറ്റാൻ വേറെ ഒന്നും ഇല്ലേ, നിങ്ങൾ വീട്ടിലെ അവസ്ഥ എന്താ എന്ന് ചോദിച്ചിട്ട് സക്കാത്തിൽ നിന്നിട്ട് നന്നായി സഹായിക്കുന്നുണ്ട്. അപ്പം ഇല്ല, ഇയാൾക്ക് മനസ്സിനല്ല ഉറപ്പായി ഞാൻ ജനിച്ചു വളർന്ന സമൂഹത്തിൽ എനിക്ക് കിട്ടാത്ത പരിഗണനയും അംഗീകാരവും ഇപ്പോൾ ഞാൻ ബന്ധപ്പെട്ട ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ സമൂഹത്തിനോടൊരു ഇണക്കം കിട്ടും. ഒന്നത്. മറ്റൊന്ന്, അവരുടെ സമൂഹത്തിൽ വലിയ പ്രമുഖരായ തലയെടുപ്പുള്ള ആളുകളാണ്. ബാക്കിയുള്ളവർ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാ. അവർ ഇസ്ലാമിലേക്ക് വന്നു. അവർക്ക് സക്കാത്ത് ഫണ്ടിൽ നിന്ന് ലഭിക്കുമ്പോൾ ഈ സമൂഹത്തിനോടുള്ള ഇണക്കം കിട്ടുന്നതിൻ്റെ പുറമെ തൻ്റെ കീഴാളരായി ജീവിച്ചിരുന്ന മറ്റുള്ളവരോടുകൂടി, മക്കളെ, ആ സമൂഹത്തിൽ വെറുതെ നിങ്ങൾ മണ്ണാകാൻ നിൽക്കണ്ട. ഞങ്ങൾ എല്ലാ കഴിവും യോഗ്യതയും പ്രാപ്തി ഉണ്ടായിട്ട് പോലും ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങളെ ചേർത്ത് പിടിക്കാനും ഞങ്ങളെ സഹായിക്കാനും ഒന്നിച്ചു കൊണ്ടു നടക്കാനും ഈ സമൂഹം തയ്യാറായിട്ടുണ്ട്. എങ്കിൽ പാവപ്പെട്ട നിങ്ങൾ വന്നാൽ അതിലേറെ ഈ സമൂഹം സ്വീകരിക്കും. ഇങ്ങനെ ഇയാളുടെ സ്വാധീനം കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി സത്യദീനിൻ്റെ ദാവത്ത് എത്താൻ സഹായകമാണെങ്കിൽ അയാൾക്ക് കൊടുക്കുക. ഈ 2 കൂട്ടർക്ക് ആണ് മുഅല്ലഫത്ത് ഖുലൂബ് എന്ന പേരിൽ മുസ്ലിമായി ഉറച്ച ആളുകൾ കൊടുക്കുന്നത്. മുസ്ലിം ആകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പരിപാടി ക്രിസ്ത്യാനിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികൾ പ്രലോഭനങ്ങൾ നൽകി അവരെ മതത്തിലേക്ക് മതം മാറ്റുക. ജമാഅത്തെ ഇസ്ലാമിയും അങ്ങനെ തന്നെ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് മറ്റുള്ളവരെ വശീകരിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക. അത് ഇസ്ലാമിൻ്റെ വേറെ ഒരു വിഭാഗത്തിനുമില്ല. സത്യം പറഞ്ഞു കൊടുക്കുക, സംശയം തീർത്തു കൊടുക്കുക, അവരെ നന്മയിലേക്ക് ക്ഷണിക്കുക, തിന്മയെ തൊട്ട് വിരോധിക്കുക. എന്നിട്ടത് ബോധ്യപ്പെട്ട് മനസ്സിലായി വരുന്നവർ വന്നവന് ഈ 2 സാഹചര്യത്തിൽ സഹായിക്കേണ്ടി വരും. ഇതാണ് മുഅല്ലഫത്ത് ഖുലൂബ്. ഇവിടെ റമദാൻ മാസം എനിക്കൊക്കെ എത്രയോ അനുഭവമാണ്. ജിദ്ദയിലൊക്കെ താമസിക്കുന്ന സമയത്ത് ഒരു നല്ല പാൻറ്റും കോട്ടുമിട്ട് 5-8 ചെറുപ്പക്കാർ ഒരുപോലെ റൂമാന്തരം കയറി ഇറങ്ങാണ്. റമദാൻ ഇങ്ങോട്ടായ അവരെ പണിയത്. എന്നിട്ട് പറയാം, നിങ്ങളുടെ സക്കാത്ത് ഞങ്ങളെ ഏൽപ്പിക്കൂ, യഥാർത്ഥ സമയത്ത് യഥാർത്ഥ അവകാശികൾക്ക് ഞങ്ങൾ അത് എത്തിച്ചു കൊടുക്കും. 5-8 ആൾ ഒരുപോലത്തെ നല്ല ചെറുപ്പക്കാർ യോഗ്യന്മാർ വന്ന് പറയുമ്പോൾ ഒരുവിധം സാധാരണക്കാരൊക്കെ പെടും. അവർ ചോദിക്കുന്ന കാശ് കൊടുക്കും. ആ കാശ് അവർ വാങ്ങി അവർ കഴിക്കുകയല്ല ചെയ്യുന്നത്, അവർ നാട്ടിൽ കഴിച്ചു കൊടുക്കും. എന്നിട്ട് നാട്ടിലെ ഈ സക്കാത്ത് കമ്മിറ്റികൾ നടക്കുന്ന സത്യം, ഈ സക്കാത്ത് കമ്മിറ്റികൾ നാട്ടിൽ 2, 3, 4 പ്രാവശ്യം വരെ 2, 3, 4 പ്രാവശ്യം വരെ ഇഫ്താർ പാർട്ടി നടത്തുകയാണ്. ഈ ഇഫ്താർ പാർട്ടിയിൽ മുതലാളിയുണ്ട്, പാവപ്പെട്ടവനുണ്ട്, ഇടത്തരക്കാരനുണ്ട്, മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്. നിങ്ങളെ ഫിത്ർ സക്കാത്ത് അവിടെ നിന്ന് കാശ് വാങ്ങിപ്പോകുന്ന ഫിത്ർ സക്കാത്ത് ഇവിടെ ഇഫ്താർ പാർട്ടി നടത്താൻ. ഇഫ്താർ പാർട്ടി ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം നല്ല മാന്യമായ ഭക്ഷണം കൊടുക്കും. അതിൻ്റെ പുറമെ പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ പോകുമ്പോൾ ഒരു ഗിഫ്റ്റും കൊടുക്കും. ഫിത്ർ സക്കാത്ത് അതിലൊന്നും പെട്ടിട്ടില്ല. നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങളെ സക്കാത്ത് വീടിയിട്ടുണ്ടാവും എന്ന ധാരണയിൽ നിങ്ങളവിടെ സുഖമായി കിടന്നുറങ്ങും. നിങ്ങളുടെ കാശ് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ ഇഫ്താർ പാർട്ടി നടത്തുകയും പാർട്ടിക്ക് വന്നവർക്ക് ഗിഫ്റ്റ് കൊടുത്തയക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പണം ചെലവാക്കിയാൽ പ്രിയപ്പെട്ടവരെ ഫറളായ നമ്മളെ ഫിത്ർ സക്കാത്ത് വിടുമോ? നമ്മൾ ചിന്തിക്കണം. സാമൂഹ്യ സേവനത്തിന് നമ്മളെതിരല്ല, സാമൂഹ്യ സേവനം വേണം. അത് ചെയ്യാത്തവർ ജമാഅത്തെ ഇസ്ലാമി തന്നെയുള്ളൂ. സാധാരണ ജിദ്ദയിൽ ഞങ്ങൾ 10-16 കൊല്ലം നിങ്ങൾക്ക് പരിചയമുണ്ട്. റമദാൻ ആയാൽ ഓരോരുത്തരെയും സമീപിച്ച്
പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന ചോദിക്കും. ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട ഒരൊറ്റ കുട്ടി ഈ 16 കൊല്ലത്തിനിടയിൽ ഒരു റിയാൽ ഇരുന്നിട്ടില്ല. അവർ പറയും ഞങ്ങൾ സക്കാത്ത് ഞങ്ങൾ ബൈത്തുൽ മാലിൽ കൊടുക്കും. അന്ന് സക്കാത്തായിട്ടില്ല, ബൈത്തുൽ മാലിൽ കൊടുക്കും. സാമൂഹ്യ സേവനം നിങ്ങൾക്ക് കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഒരു ഉറുപ്പിൻ തരൂല. ഓര് ഈ സക്കാത്ത് നിറഞ്ഞു കൊടുക്കുന്നത് ഓര് ഈ പറഞ്ഞേക്ക് ഇഫ്താർ പാർട്ടി നടത്താനും ഗിഫ്റ്റ് കൊടുക്കാനും. ഇതുകൊണ്ട് ഫിറദായ സക്കാത്ത് കൊടുത്തിട്ട് ഇബാദത്തിലെ ഹബീബന്മാർ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് വഴി എന്തൊക്കെ ഉണ്ട് ഇവിടെ. വലിയ പ്രവർത്തനം പല നിലക്കും ചെയ്തുകൂടെ? വീടില്ലാത്തവന് വീട് വെച്ച് കൊടുക്കുക, തൊഴിലില്ലാത്തവന് തൊഴിൽ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, രോഗികളെ ചികിത്സിക്കുക, പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സഹായം ചെയ്യുക. അതൊന്നും സക്കാത്ത് നല്ല ചെയ്യേണ്ടത്. സക്കാത്തിന്റെ പുറമെ തന്നെ കഴിവുള്ള ആളുകൾക്ക് മുസ്ലിം ഗവൺമെന്റ് ഭരിക്കുന്നുണ്ടെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്ന് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ. ഒന്നിരിക്കൽ ബൈത്തുൽ മാൽ നിലവിലില്ല, അല്ലെങ്കിൽ ബൈത്തുൽ മാലിൽ നിന്നിട്ട് ഗവൺമെന്റ് സഹായിക്കുന്നില്ല, അതല്ലെങ്കിൽ മുസ്ലിം ഗവൺമെന്റ് നിലവിലില്ല, നമ്മുടെ നാട് പോലെയാണ്. ഇങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ കഴിവുള്ള ആളുകൾ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് എന്ന് പറയുന്ന കാരണവന്മാർ കൂടിയിട്ട് ഇതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കണം. അതിന് സക്കാത്ത് എടുക്കാൻ പറ്റൂല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന് ആർക്ക് കൊടുക്കണം, എത്ര കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്ന് കൃത്യമായ നിർണയം അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതിന് പുറത്തു പോയാൽ നമ്മുടെ സക്കാത്ത് വീടുന്നതല്ല. ഞാൻ നീട്ടി പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് സമയം സംശയം തോൽക്കാൻ തന്നാൽ സമയം ലാസ്റ്റ് കൊടുത്താൽ മതിയോ? എങ്ങനെയാണ് അതെത്തി ലാസ്റ്റ്? അപ്പോൾ ഇപ്പം ആമുഖയായിട്ടുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് സക്കാത്തുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏത് സംശയങ്ങളും ചോദിച്ച് തീർത്തിട്ടേ പോകാവൂ. അവിടെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് സഖാഫി ഉസ്താദ് വന്നിട്ടുണ്ട്. അവരുടെ വിഷയാവതരണം കൂടി കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് നമുക്ക് സംശയ നിവാരണങ്ങളൊക്കെ നടത്തിയിട്ട് പിരിയാം. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. വാരിമിൻ്റെ വിട്ടുപോയായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോരുകയാണ്. പിന്നെ നമ്മൾ സമയം നീട്ടണ്ടല്ലോ എന്ന് നിൽക്കാം. വാരിമ കൊണ്ട് 2 വിഭാഗമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒന്ന്, ഹലാലായ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി. ഇവൻ നിത്യജീവിതത്തിനുള്ള വരുമാനമുണ്ട്, ഫക്കീറല്ല, മിസ്കീനല്ല, നിത്യം ജീവിക്കാനുള്ള വഴിയുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതായി, ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്തു, 2 ലക്ഷം രൂപ കടായി. ഇവൻ നിത്യ ചെലവിന് അധ്വാനിക്കുന്നുണ്ട്, അതിൽ നിന്ന് ഇതിന് ചെലവാക്കിയാൽ ഇവൻ വീട് പട്ടിണിയാവും. അല്ല, കിട്ടുന്ന തൊഴിൽ